കുവൈത്തിൽ ഒരു ബിൽഡിങ്ങിന് തീപിടിച്ചു. ആ തീപിടുത്തം വളരെ മാരകമായിരുന്നു. ഏതാണ്ട് 49 പേരാണ് മരണപ്പെട്ടത്. ആ 49 പേരിൽ 42 പേരും ഇന്ത്യക്കാരാണ്. ആ 42 പേരിൽ 20 പേര് മലയാളികളാണ്. അതീവ ഗുരുതരമായ ഒരു തീപിടുത്തമാണ്. അതായത് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത്, ഏതാണ്ട് പുലർച്ചയോടുകൂടി അടുക്കുന്ന സമയത്താണ് ഇങ്ങനൊരു തീ പടരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല അഗാധമായ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാനും അതേപോലെ തന്നെ തീ പിടിച്ചിട്ടുണ്ടെന്ന് തിരിച്ചറിയാനൊക്കെ കുറച്ച് സമയമെടുത്തു. അത് കാരണമാണ് ഇത്രയും മരണസംഖ്യ കൂടുതലാവാൻ കാരണം. അങ്ങനെ ഈ ഒരു ദാരുണ സംഭവം കേട്ടിട്ട് മുഴുവൻ ഗൾഫ് രാജ്യങ്ങൾ മാത്രമല്ല ഇന്ത്യ തന്നെ ഞെട്ടിയിരിക്കുമ്പോഴാണ് ചില സംഘികൾ സന്തോഷ തിമർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മുസ്ലിം രാജ്യത്ത് തീപിടിച്ച ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അത് മരിക്കുന്നത് മുഴുവൻ മുസ്ലിങ്ങളായിരിക്കും എന്ന ഒരു വ്യാമോഹം ഉള്ളത് കൊണ്ടായിരിക്കണം സന്തോഷം പ്രകടിപ്പിക്കുന്നത്. എന്തായാലും ഈ ഒരു തീപിടുത്തത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇതുപോലെ കെട്ടിടത്തിന് തീപിടുത്തം ഉണ്ടാവുന്നത്. പറയുമ്പോൾ അവിടെ ഒരുപാട് സുരക്ഷാ ഏർപ്പാടുകളൊക്കെ ഉണ്ട്, ക്രമീകരണങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് പോലും ഏറ്റവും കൂടുതൽ തീപിടുത്തം ഉണ്ടാകുന്നത് ഈ ഗൾഫ് രാജ്യങ്ങളിലാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തൊഴിലാളികളെ കുത്തി നിറച്ചിട്ടാണ് ഓരോരോ ബിൽഡിങ്ങിൽ ഇട്ടിട്ടുണ്ടാവുക. അതായത് ഒരു റൂമിൽ തന്നെ 8-10 പേര്, ഇത്ര പോകുന്ന റൂമില്, ചെറിയൊരു റൂമില് 8-10 പേര് ഇങ്ങനെ അടുക്കടുക്കായിട്ടാണ് ഉണ്ടാവുക. 2-3 അടുക്കൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇടുമെന്ന് മാത്രമല്ല അവരുടെ സാധനങ്ങളൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും. അവരുടെ കിച്ചണൊക്കെ വളരെ പരിതാപകരമായ അവസ്ഥയിലായിരിക്കും ചെയ്യും. ഒന്നാമത്തേത് സ്റ്റവിന്റെ പൈപ്പ്, അത് ഇത് സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നോക്കാൻ ആർക്കും സമയം തന്നെ ഉണ്ടാവില്ല. കാരണം വരുന്നു, ഭക്ഷണം പാചകം ചെയ്യുന്നു, ഓടുന്നു, എല്ലാവരും അത് തന്നെ ചെയ്യുമ്പോൾ അതിന്റെ സേഫ്റ്റി കാര്യങ്ങളും നോക്കാൻ തന്നെ ആരും ഉണ്ടാവില്ല. അങ്ങനെ പലതരം അപകടങ്ങളും ഉണ്ടാവുന്നുണ്ട്. അതായത് ഈ പാചകവാതകത്തിൽ നിന്ന് അപകടം ഉണ്ടാവുന്നതുണ്ട്. പിന്നെ സിഗരറ്റ് വലിച്ച് കുറ്റിയിട്ടിട്ട് അങ്ങനെ അപകടം ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഉണ്ടാവുന്നത് തന്നെ ഈ ചൂട് കാലത്തായിരിക്കും. നല്ല ചൂട് അങ്ങോട്ട് കൂടി 45 ഡിഗ്രി 50 ഡിഗ്രി ഉണ്ടാവുമ്പോഴാണ് പല സ്ഥലത്തും തീപിടുത്തം ഉണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ നിരവധി കെട്ടിട തീപിടുത്തങ്ങളുടെ കാരണം പോലും ഇന്നേ വരെ മനസ്സിലായിട്ടില്ല. ഷോർട്ട് സർക്യൂട്ട് അതൊക്കെ പറയുന്നുണ്ടെങ്കിലും പല അപകടങ്ങളിലും ആ അപകടത്തിന്റെ കാരണം പോലും കണ്ടെത്താൻ പോലീസിനെ കൊണ്ട് സാധിക്കാറേ ഇല്ല എന്നതാണ് സത്യം. കുവൈത്തിലെ മംഗഫിൽ തൊഴിലാളി ക്യാമ്പിലാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായത്. അപ്പൊ ഇതിൽ പറയുന്നത് 27 പേര് ഇപ്പൊ ആശുപത്രിയിലുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ലേബർ ക്യാമ്പ് ഉണ്ടല്ലോ, ഈ ലേബർ ക്യാമ്പിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ പുതിയൊരു കിച്ചൺ ഏർപ്പാടാക്കിയിരുന്നത്രേ. അവിടെ നിന്നാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായത് എന്നാണ് പറയുന്നത്. കാരണം നമുക്ക് ആ ബിൽഡിംഗ് കണ്ടാൽ തന്നെ അറിയാം, നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ, നമുക്ക് ആ ബിൽഡിംഗ് കണ്ടാൽ തന്നെ അറിയാം തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ സേഫ് ആയിട്ട് കാണും. ഇത് ഗ്രൗണ്ട് ഫ്ലോറിനെ കരിപിടിച്ച ഒരു അടയാളം കാണുന്നുണ്ട്. അപ്പൊ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് തീ പിടിച്ചിട്ടുള്ളത്. അപ്പൊ അത് ഈ ഒരു പുതിയ കിച്ചൺ ഒരുക്കിയപ്പോൾ അതിലുള്ള സേഫ്റ്റി ക്രമീകരണങ്ങൾ വളരെ മോശമായത് കാരണമായിരിക്കണം. അതുമല്ലാന്നുണ്ടെങ്കിൽ ഈ തിക്കും തിരക്കും കാരണേ ഭക്ഷണം പാചകം ചെയ്യാനുള്ള ക്യൂ നിന്നിട്ടുള്ള ഭക്ഷണം പാചകം ചെയ്യലുണ്ടല്ലോ, അതിന്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും ഈ തീപിടുത്തം ഉണ്ടാവുക. പിന്നെ ഈ കണക്ക് പറയുന്നത് UAE മാത്രം 2000 ബിൽഡിങ്ങുകൾക്കാണ് പ്രതിവർഷം തീപിടുത്തം ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുവൈത്തിലൊക്കെ എത്ര ഉണ്ടാവുമെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ നല്ല സേഫ്റ്റി ആണെങ്കിലും ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബഹ്റൈനിലെ സൂക്കില് ടെക്സ്റ്റൈൽ മാർക്കറ്റ് ഉണ്ടല്ലോ, അവിടെ തീ പിടിച്ചതായിട്ടൊരു വാർത്ത വരുന്നുണ്ട്. ബഹ്റൈനിലത്തെ ടെക്സ്റ്റൈൽ മാർക്കറ്റിലൊക്കെ ചെറിയൊരു തീ പിടിച്ചാൽ പിന്നെ എല്ലാതും കൊണ്ടുപോകും തീ. അങ്ങനത്തെ സ്ഥലത്താണ് ഈ തീ പിടിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ജൂൺ ജൂലൈ മാസം ആവാറയില്ലേ, നല്ല ചൂടായിരിക്കും ചെയ്യും. പിന്നെ അതേപോലെ തന്നെ മനുഷ്യരുടെ അശ്രദ്ധയുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ കൂടി കൂടുമ്പോഴാണ് ഈ തീപിടുത്തത്തിലേക്ക് മാറുന്നത്. ഇതിലൊക്കെ തന്നെ ജീവൻ നഷ്ടപ്പെടുന്നത് ആയിരക്കണക്കിന് ആളുകൾക്കാണെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മളൊരു വാർത്ത കേട്ടത്, ഈ എയർ കണ്ടീഷന്റെ കംപ്രസർ പൊട്ടിത്തെറിച്ചിട്ട് ഒരു കുടുംബം മൊത്തം മരണപ്പെട്ടു. അതെവിടെയായിരുന്നു, കേരളത്തിൽ തന്നെയാണോ സംശയമുണ്ട്. പിന്നെ അതേപോലെ തന്നെ UAE തന്നെ ഒരു ബിൽഡിങ്ങില് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചിട്ട് ഒരു കുടുംബം മൊത്തം മരണപ്പെട്ടു. അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടാവുകയാണെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളുടെ കാര്യം പറയാനുമില്ല. പിന്നെ ഇതിന്റെ എല്ലാത്തിന്റെയും കാരണം ഞാൻ പറഞ്ഞല്ലോ, ബിൽഡിങ്ങുകളുടെ വാടക അതിഭയങ്കരമാണ്. കുവൈത്ത് ആയിക്കോട്ടെ UAE ആയിക്കോട്ടെ ഭയങ്കര വാടകയാണ്. ഈ വാടക പല കമ്പനികൾക്കും താങ്ങാൻ പറ്റാത്തതാണ്. അപ്പൊ എന്ത് ചെയ്യും, ഒരു റൂം എടുക്കും, അതിലൊരു 10-25 ആളിടും. ഞാൻ UAE എന്റെ ഒരു സുഹൃത്ത് ഇലക്ട്രീഷ്യനാണ്. അപ്പൊ മൂപ്പരുടെ റൂമിലേക്ക് ഒരിക്കലൊന്ന് പോയി. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ കണ്ടു ഞെട്ടിപ്പോയി. അവിടെ കട്ടല് പറഞ്ഞ സാധനമില്ല. ഒരു മുറിയിൽ ഒരുപാട് അലമാറ നിറച്ചിരിക്കുകയാണ്. വേറൊരു റൂം കാലിയാണ്. ആ കാലി റൂമിൽ ഇങ്ങനെ നിലത്ത് ഇങ്ങനെ 10-24 ആൾക്കാരോട് കിടക്കല. എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ട് കിടക്കലാണ്. രാവിലെ 5 മണിക്ക് നീച്ച് ഓടലാണ്.
സൈറ്റിലേക്ക്. അപ്പൊ അങ്ങനെയാണ് അവരുടെ ലൈഫ്. അപ്പൊ ഇങ്ങനത്തെ ലൈഫൊക്കെ ആയത് കാരണം തന്നെയാണ് ഈ സുരക്ഷിതത്വം ഇത്രയും കുറയുന്നത്. പിന്നെ UAE അധികാരികൾക്ക് ഇപ്പൊ എല്ലാ റൂമിലും കയറിയിട്ട് എന്താണ് നടക്കുന്നത് നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ അപകടങ്ങൾ ഇത്രയും അധികം സംഭവിക്കുന്നത്. തൊഴിലാളികൾ താമസിച്ച കെട്ടിടത്തിലെ മുറികൾ തമ്മിൽ വിഭജിക്കാനായി പെട്ടെന്ന് കത്തിപ്പിടിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നെന്ന് കുവൈത്ത് ഫയർ ഡിപ്പാർട്ട്മെന്റ് മേധാവി പറഞ്ഞു. ഇത് മറ്റൊരു സംഗതിയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് ഗൾഫിലേക്ക് പോയി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കാണുന്നതാണ് പാർട്ടീഷൻ പറഞ്ഞിട്ടൊരു സംഗതി. പാർട്ടീഷൻ ചിലൊരു മരപ്പലക കൊണ്ടാണ് അടിച്ച് ഇങ്ങനത്തെ ഒരു റൂം ഒരു 3 റൂമാക്കും, മരപ്പലക അടിച്ചടിച്ചിട്ട്. പിന്നെ ചില ആൾക്കാർ ചിലവ് കുറക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ റൂം പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് വേർതിരിക്കുക. അതായത് ഇതൊക്കെ ചെയ്യുന്നത് ഇന്ത്യക്കാർ തന്നെയാണ് കേട്ടോ. അതായത് ഒരു ഫ്ലാറ്റ് എടുക്കും, ഒരു 2 റൂം ഉണ്ടെങ്കിൽ അത് പാർട്ടീഷൻ അടിച്ചിട്ട് ഒരു 18 പാർട്ടീഷൻ അടിക്കും. ഇപ്പൊ വലിയ ബെഡ്റൂം ഒക്കെ ആണെങ്കിൽ 6 പാർട്ടീഷനൊക്കെ അടിക്കും. അപ്പൊ നിങ്ങൾക്ക് അതിൽ തന്നെ സങ്കല്പിക്കാം തീ പിടിക്കാൻ സഹായിക്കുന്ന എത്ര മെറ്റീരിയൽസ് ആ ഒരു ഫ്ലാറ്റിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യം. അപ്പൊ അതേപോലെ ഇവിടെ ചെയ്തു വെച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇതൊരു ലേബർ ക്യാമ്പ് ആണെങ്കിലും ആ ബിൽഡിങ്ങില് ഫാമിലി അടക്കമുണ്ട്, അതേപോലെ തന്നെ മറ്റുള്ള ആൾക്കാരുണ്ട്, പിന്നെ തൊഴിലാളികളുണ്ട്. അങ്ങനെ എല്ലാവരും കൂടിയിട്ടാണ് ഒരു ബിൽഡിങ്ങിൽ താമസിക്കുന്നത്. ഏതാണ്ട് 456 ആൾക്കാരത്ര അവിടെ താമസിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കണം, ആ ബിൽഡിംഗ് അത്ര വലുപ്പമൊന്നുമില്ല, 456 ആൾക്കാർ അതിൻ്റെ ഉള്ളില്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഈ അപകടങ്ങൾക്ക് കാരണം. ഇപ്പോ ഈ UAE മറ്റൊരു സംഭവം ഉണ്ടായി. അതൊരു വില്ല, വലിയ വലുപ്പമൊന്നുമില്ല, ഒരു വില്ലയാണ്, ഒരു വീട് മോഡലാണ്. അതിൽ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ടെന്ന് എങ്ങനെയോ വിവരം കിട്ടി പോലീസുകാർക്ക്, രഹസ്യ വിവരം കിട്ടിയതാണ്. അങ്ങനെ അവര് അതിന് പറ്റിയ അധികാരികളെ അയച്ചു ചെക്കിങ്ങിൽ റെയ്ഡ് നടത്താൻ വേണ്ടിയിട്ട്. റെയ്ഡ് നടത്തിയപ്പോൾ ആ ഒരു ചെറിയൊരു വീടിന്റെ ഉള്ളിൽ തന്നെ ഏതാണ്ട് 200 ആൾക്കാരാണ് കിട്ടിയത്. എങ്ങനെയാണ് 200 ആൾക്കാർ ആ ഒരു വില്ലയുടെ ഉള്ളിൽ താമസിക്കുന്നുണ്ടാവുക? 200 ആൾക്കാർ. അപ്പൊ ഇങ്ങനെ വളരെ ഈ വാടക കൂടുതലായ കാരണേ ഭയങ്കര പ്രശ്നമാണ് മൊത്തം ഗൾഫിൽ ഇപ്പോ. പിന്നെ ഈ മരണപ്പെട്ടവരിൽ ഭൂരിഭാഗവും ആ കറുത്ത പുക ശ്വസിച്ചുകൊണ്ടാണ് മരണപ്പെട്ടത്. തീപ്പൊള്ളൽ ഏറ്റിട്ട് മരിച്ചവർ കുറവാണ്. അതേപോലെ തന്നെ ബിൽഡിങ്ങിൽ നിന്ന് ചാടി സമയത്ത് മരണപ്പെട്ടവരുണ്ട്. അങ്ങനെയൊക്കെയാണ് മൊത്തത്തിൽ അപകടം ഉണ്ടാകുന്നത്. പിന്നെ ഈ കമ്പനിയുടെ ഉടമയുടെ പേരാണ് KG എബ്രഹാം. മൂപ്പരാണ് മാനേജിംഗ് ഡയറക്ടർ. കുവൈത്തിലത്തെ വലിയൊരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഉടമയാണിത്. മൂപ്പരുടെ തൊഴിലാളികളാണ് ഈ ഒരു അപകടത്തിൽ പെട്ടത് എന്നാണ് ഈ വാർത്ത പറയുന്നത്. എന്ന് മാത്രമല്ല, കുവൈത്തിലത്തെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. എത്ര 1200 കോടിയോ മറ്റോ ആസ്തിയാണ് ഈ ഒരു വ്യക്തിക്കുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് ഒരു വാർത്തയിൽ. ഈ ഫോട്ടോയിൽ കാണുന്ന എത്ര ആസ്തി ഉണ്ടായിട്ട് എന്താ കാര്യം? തൊഴിലാളികളിനെ ഒരു മുറിയിൽ ഒരു 18 ആൾക്കാരനെ കുത്തി കയറ്റുന്ന ആൾക്കാരാണ് അവിടെ ഉള്ള എല്ലാവരും തന്നെ, പൈസ മുതലാക്കാൻ വേണ്ടിയിട്ടേ. അതുമാത്രമല്ല, തൊഴിലാളികൾക്ക് ചെറിയ ചെറിയ ശമ്പളം ഉണ്ടാവുക. പിന്നെ അവരെന്ത് ചെയ്യും? കിട്ടുന്ന സ്ഥലത്ത് താമസിക്കുക. അപ്പൊ ഇങ്ങനെ തൊഴിലാളികളൊക്കെ പിഴിഞ്ഞിട്ടാണ് ഒരുപാട് ആൾക്കാർ കോടീശ്വരന്മാരെ മാറിക്കൊണ്ടിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ. പക്ഷെ ഒരു അപകടം പറ്റുമ്പോൾ ഇതുപോലെ തൊഴിലാളികളുടെ ജീവൻ ഇങ്ങനെ തുരുതുരേനെ നശിക്കുന്നുണ്ടാവും. പിന്നെ ഇങ്ങനെയൊക്കെ അപകടം നടക്കുമ്പോഴും, അതായത് എന്തൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ക്ഷീരം നിറഞ്ഞ പശുവിനകടിലും കൊതുകിന് ചോര തന്നെ കൗതുകം എന്ന് പറഞ്ഞ പോലെ സംഘികൾ ഇറങ്ങി. സംഘികൾ കുവൈത്തിൽ ഇത്രയും 49 മരണം നടന്നു എന്ന് അറിഞ്ഞതോട് കൂടിയിട്ട് സന്തോഷം കൊണ്ട് വന്നിട്ട് പറയാണ് നന്നായിന്ന്. ഒരു ജോബി ജോൺ സംഖ്യ ആവാം പേര് മാറ്റിയിട്ടാണല്ലോ ഇപ്പൊ എല്ലാവരും ഓരോന്ന് ഇടുന്നത്. അപ്പൊ നന്നായി പറഞ്ഞിട്ട് അതിന്റെ അടിയിൽ പോയിട്ട് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അതായത് മൊത്തം മുസ്ലിങ്ങൾ മരിച്ചു എന്നുള്ള ആ സന്തോഷമാണ് കാണിക്കുന്നത്. പക്ഷെ നിങ്ങൾ ആ മരണപ്പെട്ടവരുടെയും അപകടത്തിൽപ്പെട്ടവരുടെയൊക്കെ പേരൊന്ന് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യയിൽ നിന്നുള്ള മുസ്ലിങ്ങൾ വളരെ വളരെ കുറവാണ്. 10% ഉള്ളൂ. 90% അമുസ്ലിങ്ങളാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. അതായത് 20 പേര് മരണപ്പെട്ടല്ലോ, അതിൽ ഞാൻ പരിശോധിച്ചപ്പോൾ വെറും 2 മുസ്ലിങ്ങളുടെ പേരുള്ളൂ. ബാക്കി എല്ലാ പേരും കണ്ടില്ല, നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാം. രഞ്ജിത്ത്, കേളു, നിതിൻ, കൃഷ്ണൻ, ബാഹുലേയൻ, നൂഹ് അത് ഒരു മുസ്ലിമാണ്. തോമസ്, സാബു, വർഗീസ്, പ്രദീപ്, ശശിധരൻ നായർ, മാത്യു തോമസ്, എബ്രഹാം, തോമസ് ഉമ്മൻ, PV മുരളീധരൻ, സാജു വർഗീസ്, ലൂക്കോസ്, ഷമീർ ഉമറുദ്ദീൻ 2 മുസ്ലിം. സാജൻ ജോർജ്, അരുൺ ബാബു. കണ്ടല്ലേ, 2 മുസ്ലിം. എല്ലാവരും അന്യമതസ്ഥരാണ്. പക്ഷെ സംഖ്യ സന്തോഷ തിമർപ്പിലാണ്. കാരണം എന്താണ്? കുവൈത്തിൽ ആൾക്കാർ മരണപ്പെട്ടല്ലോ, അതാണ് ഏറ്റവും സന്തോഷം. എന്ന് മാത്രമല്ല, ഇപ്പോ കാശ്മീരിൽ ഒരു തീവ്രവാദി ആക്രമണം ഉണ്ടായി. ആ ആക്രമണത്തിനെ കുറിച്ച് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത് തീവ്രവാദി ആക്രമണം എന്നാണ്, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ കേരളത്തിൽ എത്തിയപ്പോൾ അത് ഇസ്ലാമിക തീവ്രവാദമായി. എന്താണ് ഇസ്ലാമിക? എന്താണ് അവിടെ മുസ്ലിങ്ങൾ ഇങ്ങനെ ഞങ്ങൾ ഇപ്പൊ ഖുർആനൊക്കെ ഓതി നിസ്കരിച്ചിട്ട് വരികയാന്ന് പറഞ്ഞിട്ടാണോ വെടിച്ചു പോകുന്നത്?
അത് പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ട് 2 തീവ്രവാദികൾ വെടിച്ചു കൊന്നു കുറച്ച് ആൾക്കാരനെ. അവിടെയും കുത്തിക്കയറ്റി ഇസ്ലാമിക, അതായത് മുസ്ലിം പേരുള്ളവരെയോ പാകിസ്ഥാനിൽ നിന്ന് വന്ന തീവ്രവാദികളെയോ അപ്പൊ തന്നെ അത് ഇസ്ലാമുമായിട്ട് കൂട്ടിച്ചേർക്കണേ, അതിനാണ് ഇസ്ലാമിക. അപ്പൊ അതേപോലെ തന്നെ ഇതിപ്പോ കുവൈത്തായത് കാരണം ഇസ്ലാമിക രാജ്യമാണല്ലോ, അപ്പൊ അവിടെ മരിച്ചവരൊക്കെ ഇസ്ലാമികമായിരിക്കല്ലോ. പക്ഷെ അവിടെ മരണപ്പെട്ടവര് മുസ്ലിങ്ങൾ 2 പേരുള്ളൂ, ബാക്കിയൊക്കെ ഉള്ള പേര് എന്ന് വെച്ചാൽ നന്നായിട്ട് തന്നെ ക്രിസ്ത്യൻസും അല്ലാത്തവരൊക്കെ അതിഭയങ്കരമായിട്ടാണ് ഇപ്പൊ മൊത്തം മുസ്ലിം രാജ്യത്തും കയറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്ത്യയുടെ അകത്ത് പറയാൻ എന്താണ്, മുസ്ലിങ്ങൾ ഏറ്റവും നാറികളാണ്, മുസ്ലിങ്ങൾ അതാണ് ഇതാണ്, മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാവാൻ പാടില്ല. എന്താണോ മുഖ്യമന്ത്രി ഉണ്ടായാലും ഒരു പ്രശ്നം, മുഖ്യമന്ത്രി ഉണ്ടാവാൻ പാടില്ല, വളരെ ചീപ്പ് പരിപാടിയാണെന്നൊക്കെ പറയുന്നുണ്ട് ഓരോരുത്തർ. എന്താണ് മുസ്ലിങ്ങൾ എന്താ ഇന്ത്യക്കാരല്ലേ, മുസ്ലിമിന് എന്താണ് മുഖ്യമന്ത്രി ആയാലും എന്താണ് പ്രധാനമന്ത്രി ആയാലും അതാവാൻ പാടില്ല, അത്ര ഇസ്ലാമിക രാജ്യമാവും എന്നാണ് പറയുന്നത്. അങ്ങനെ വെറും വർഗീയത. ഇവിടെ അങ്ങനെ അപകടം നടന്നിട്ട് എത്രയോ കുടുംബങ്ങൾ ദുഃഖത്തിലായിരിക്കുമ്പോഴും ഇവിടെ സംഘികൾ ആകെ നോക്കുന്നത് മുസ്ലിങ്ങൾ മരിച്ചോ ഇത് മാത്രമാണ്. ഏതൊരു കുറ്റകൃത്യം ഉണ്ടെങ്കിലും ആ കുറ്റകൃത്യത്തിൽ നിന്ന് മൊത്തം ആ മുസ്ലിം പേരുകൾ പെറുക്കെടുക്കും. എന്നിട്ട് പറയും കണ്ടില്ലേ മലദ്വാർ ഗോൾഡ് എന്ന് പറയും. ഇവിടെ മലദ്വാർ ഗോൾഡ് അന്യമതസ്ഥരുടെ മുസ്ലിങ്ങൾ അല്ലാത്തവരുടെ ലിസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ തീരൂല, അത് മറച്ചു വെക്കും. എന്നിട്ട് 4-5 മുസ്ലിങ്ങളുടെ പേരെടുത്തിട്ട് പറയും ദാ മലദ്വാർ ഗോൾഡ് കൊണ്ടുപോകുന്നു, പിന്നെ മദർസ കൊണ്ടുപോകുന്നു, മദർസ പീഡനം, മറ്റുള്ളിടത്തൊക്കെ പീഡനം നടക്കുന്നുണ്ട്, അതൊക്കെ മറച്ചു വെക്കും. പിന്നെ ഈ സ്വർണ്ണക്കടത്ത് എന്ന് പറഞ്ഞപ്പോ ഓർമ്മ എന്താ അറിയോ, ഇപ്പൊ അടുത്തൊരു സുരഭി ഖാത്തൂൻ പറഞ്ഞിട്ടൊരു സ്ത്രീനെ പിടിച്ചിരുന്നു. സുരഭി ഖാത്തൂനാണ്. ആ സുരഭിനെ പിടിച്ചിട്ട് സൂറാബിയാക്കി. സൂറാബി എന്ന് പറഞ്ഞ പദം ഉണ്ടല്ലോ, അത് കേരളത്തിലെ പദം മാത്രമാണ്, മലയാളികൾ മാത്രം ഉണ്ടാക്കിയ ഒരു പദമാണ് സൂറാബി. സുഹ്റാ ബീബി എന്നാണ്. ആ സുഹ്റാ ബീബി മലയാളികൾ ഷോർട്ടാക്കുമ്പോൾ സൂറാബി ആവുന്നതാണ്. ഈ കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആരും തന്നെ സുഹ്റാ ബീബിനെ ഷോർട്ടാക്കി സൂറാബി എന്ന് ആക്കാറില്ല. നിങ്ങൾക്ക് സൂറാബി എന്ന് വിളിക്കുന്ന ഒരു പേര് ഒരു സംസ്ഥാനത്തിലും, കേരളം ഒഴികെ ഒരു സംസ്ഥാനത്തിലും കാണിച്ചു തരാൻ സാധിക്കില്ല. ഇത് കൽക്കട്ടയിലെ ഒരു സ്ത്രീനെ പിടിച്ചിട്ട് സുരഭി എന്നുള്ളത് സൂറാബി ആക്കി മാറ്റി. ഒന്ന് ചിന്തിച്ചു നോക്കണം. എന്നിട്ട് ആ സ്ത്രീനെ മുസ്ലിം ആക്കി മാറ്റി. എന്നിട്ട് പിന്നെ എല്ലാവരും ഭയങ്കര ചർച്ച. അപ്പോഴേക്കും മറുനാടൻ ചാടി വീണു. അങ്ങനെ എല്ലാ മഞ്ഞപ്പത്രങ്ങളും ചാടി വന്നിട്ട് കണ്ടാവോ മുസ്ലിം 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 പറയാൻ തുടങ്ങി. സത്യത്തിൽ ആ സ്ത്രീ ഹിന്ദു ആണ്. പിന്നെ മുസ്ലിം ആണെന്നുള്ളൊരു കച്ചിത്തുരുമ്പ് കിട്ടിയത് എങ്ങനെയോ, ഖാത്തൂൻ, സുരഭി ഖാത്തൂൻ എന്നുണ്ട്. അപ്പൊ എന്തായി മുസ്ലിമായി. സത്യത്തിൽ ഖാത്തൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഡം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അത് ഉറുദു പദമാണ്. ഈ ഉത്തരേന്ത്യയിലൊക്കെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഖാത്തൂൻ എന്നുള്ള പദം ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഉയർന്ന ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾ ഉണ്ടല്ലോ, അവരുടെ ഒരു ഗ്രേഡ് കാണിക്കാൻ വേണ്ടിയിട്ട് ഖാത്തൂൻ എന്ന് ചേർക്കും അവരുടെ പേരിന്റെ കൂടെ. അതാണ് ഈ സുരഭി ഖാത്തൂൻ. അതുപോലും കേരളത്തിൽ എത്തിയപ്പോൾ മുസ്ലിമായി. വീരേന്ദ്രകുമാർ എന്നുള്ളത് വീരാങ്കുഞ്ഞായി. ഇങ്ങനെയൊക്കെ ഭയങ്കര വർഗീയതയാണ് ഇപ്പൊ ഈ കേരളത്തിൽ നടക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ലക്ഷണം കൃത്യമായിട്ട് കാണിച്ചു തരുന്ന ഒരു സംഭവമാണ് ഇങ്ങനെയൊക്കെ ആൾക്കാർ മരിച്ചിട്ടും പറയുന്നത് നന്നായി എന്നാണ് സംഘികൾ പറയുന്നത്. എന്നാലോ ഇതുപോലത്തെ മുസ്ലിം വിരോധികൾ വേറെ എങ്ങോട്ടും പോകില്ല. മുസ്ലിം രാജ്യം തന്നെ വേണം, എല്ലാവരും അങ്ങോട്ട് തന്നെ ഓടും, അവിടെ തന്നെ നക്കും. എന്നിട്ട് മുസ്ലിങ്ങളെ തന്നെ കുറ്റം പറയും. മുസ്ലിങ്ങൾ മരിച്ചാൽ സന്തോഷമായി. ഒരു 2 അറബികൾ എങ്ങാനും കാർ ആക്സിഡന്റിൽ മരിച്ചാൽ ഭയങ്കര സന്തോഷമായി. എന്നാലോ അതേ അറബികളെ നാട്ടിൽ പോയിട്ടാണ് നക്കുന്നത്. എന്തിന് ഈ കേരളത്തിലെ ഈ ഒരു ധനവും കാര്യങ്ങളൊക്കെ എവിടുന്നാ വരുന്നത്? ഒക്കെ ഈ ഗൾഫ് രാജ്യത്തു നിന്നാണ്. ഗൾഫ് രാജ്യം ഇല്ലെങ്കിൽ കേരളമില്ല. അങ്ങനെ ഗൾഫ് രാജ്യം ഉള്ളത് കൊണ്ടാണ് കേരളത്തിൽ കുറച്ച് ധനമുള്ളത്. ആ ധനം വാരാൻ വേണ്ടിയിട്ടാണ് ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ സംഘികള് അവിടെ ജോലിയില്ല, കൂലിയില്ല, 100 റുപ്യ പോലും കാണണമെങ്കിൽ 4 മാസം കഴിയണം, എല്ലാവരും കൂടി കെട്ടിയെടുക്കുന്നത് കേരളത്തിലേക്കാ. എന്നിട്ട് കേരളത്തിലേക്ക് വന്നിട്ട് ഈ ഗൾഫ് മണിയാണ് അവരുടെ കീശയിലേക്ക് പോകുന്നത്. അല്ലാതെ കേരളത്തിൽ എന്താണ് വല്ല വ്യവസായം ഉണ്ടോ, അതുപോലെ സ്വർണ്ണഖനി ഉണ്ടോ? ഒക്കെ ഈ മുസ്ലിം രാജ്യത്ത് പോയിട്ട് കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന പൈസ തന്നെ ഉള്ളൂ. അതാണ് ഈ ഉത്തരേന്ത്യയിലേക്കൊക്കെ പോകുന്നത്. എന്നിട്ട് എല്ലാ സ്ഥലത്തും ഇരുന്ന് പറയും മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാവാൻ പാടില്ല, മുസ്ലിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, പശുവിനെ തിന്നുന്നവരാണ്, പശുവിനെ കടത്തുന്നവരാണ്. എന്താ ഡയലോഗ്? മുസ്ലിങ്ങളെ തന്നെ നക്കും വേണം. ഒരു കോവിഡ് വന്നപ്പോൾ പോലും ഓക്സിജൻ വരുന്നത് മുസ്ലിം രാജ്യത്ത് നിന്നാണ്. ഒരൊറ്റ യൂറോപ്യൻ രാജ്യങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല, ഒരൊറ്റ ക്രിസ്ത്യൻ രാജ്യങ്ങളും തിരിഞ്ഞു നോക്കിയില്ല. അതേപോലെ തന്നെ ചില ഹിന്ദുക്കളുടെ ബന്ധുക്കളൊക്കെ മരിച്ചിട്ട്, ഭാര്യ മരിച്ചിട്ട് ഒരാളുണ്ട് ശവണ്ട് തോളിലേറ്റിട്ട് ശ്മശാനത്തിലേക്ക് പോവാണ്. 12 കിലോമീറ്റർ ദൂരത്തേക്കുള്ള ശ്മശാനത്തിലേക്ക് പോവാണ്. അത് വാർത്തയായി ഉടനെ തന്നെ ഉണ്ട്. ബഹ്റൈനിൽ നിന്ന് ഒരു ഷെയ്ഖ് ഉണ്ട് പൈസ അയച്ചു കൊടുക്കണം, 20,000 റുപ്യ അയച്ചു കൊടുത്ത അയാൾക്ക്. മനസ്സിലായില്ലേ? അത്ര പോലും ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഹിന്ദു ഒറ്റക്കെട്ടാണ്. ഒരു നയാ പൈസ അയാൾക്ക് കൊടുത്തില്ല എന്ന് മാത്രമല്ല, അയാൾ ശ്മശാനത്തിൽ എത്തിയപ്പോ അവിടെ നിന്ന് ആട്ടി ഓടിച്ചു. നീ താഴ്ന്ന ജാതിക്കാരുടെ പോട അവിടെ നിന്ന് പറഞ്ഞ് ആട്ടി ഓടിച്ചു. എന്നിട്ട് അയാൾക്ക് പൈസ വരുന്നത് അവിടെ നിന്നാണ്. അത് തന്നെ പുട്ടടിച്ചിട്ടുണ്ടാവില്ലല്ലോ, ഒരാൾക്ക് 10 പൈസ കൊടുത്തിട്ടുണ്ടാവില്ല. കാരണം അങ്ങനെയാണല്ലോ. എന്നാ പറയുമ്പോൾ എന്താ പറയാ, ഞങ്ങൾ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടെന്ന് പറയും ചെയ്യും, ഹിന്ദുക്കളെ നാറ്റിച്ചവിടെ. എന്നാലോ ഒരു ഹിന്ദുവിന് അയാളുടെ ഭാര്യയുടെ ശവസംസ്കാരം നടത്താൻ ഇന്ത്യയിൽ സ്ഥലമില്ല. ഇങ്ങനത്തെ ഭയങ്കരതാണ്. അത് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നതെന്ന് വെച്ചാല്, ഈ ദയ എന്ന് പറയുന്നത് തോന്നുന്നത് മുഴുവൻ മുസ്ലിം രാജ്യത്തെ അധികാരികൾക്കൊക്കെ തന്നെ ഉള്ളൂ. അവരാണ് എല്ലാ സഹായം ചെയ്യുന്നത്. എന്നിട്ട് അവസാനം ഏതെങ്കിലും ഒരു അറബി എവിടെയെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷ തിമർപ്പില്. ഇതിപ്പോ ഇന്ത്യക്കാരാണ് മരിച്ചത്. 49 പേരില്
98% ഇന്ത്യക്കാരാണ്. ആ ഇന്ത്യക്കാരിൽ മുസ്ലിങ്ങൾ 2-3 ഉള്ളൂ. എന്നിട്ടാണ് ഇങ്ങനത്തെ പോസ്റ്റ് ഒരു നാണും മാനും ഇല്ലാതെ ഈ രീതിയിലുള്ള സംഖ്യയാണോ ആരായാലും വേണ്ട, ഇത്ര വലിയ ദ്രോഹികളാണ്, ദുഷ്ടന്മാരാണ് ഈ സംഘികൾ എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഇതിന്റെ ഇടയിൽ കൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നതാണ് സത്യം. എന്തായാലും ഇങ്ങനത്തെ അപകടങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത് ഈ ഗൾഫ് രാജ്യങ്ങളിൽ. കാരണം എന്താണ്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, വാടക ഭയങ്കരമാണ്, ഒരു രക്ഷയില്ല. എല്ലാ കമ്പനികളും അവരവരുടെ പണിക്കാരന് ഒരു റൂമിൽ 10-18 ആൾക്കാരുള്ളൂ. അതേപോലെ തന്നെ ഒരു ഫ്ലാറ്റിൽ എങ്ങാനും 10-75 ആളുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ ഒരൊറ്റ കിച്ചൺ ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ല? അവർക്ക് ഇവിടെ സമയം ഇതൊക്കെ നോക്കാൻ ചിലപ്പം സ്റ്റൗവിൽ പലതും ഇളകി കിടക്കുന്നുണ്ടാവും, AC-ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, ആരെങ്കിലും സിഗരറ്റ് വലിച്ച് അവിടെ ഇവിടെ ഇട്ടിട്ടുണ്ടാവും. ഇതൊക്കെ നോക്കാൻ സമയം വേണ്ടേ? അപ്പൊ അപകടം ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.